അപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യത്തെ ആഴ്ച ഫാറ്റ് ലോസ് ജേർണീൻ്റെ 7 ഡേയ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്താണ് ഈ ഫാറ്റ് ലോസ് ജേർണി, എന്തൊക്കെയാണ് ആദ്യത്തെ ആഴ്ച വർക്കൗട്ട് കൊടുത്തത് എന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 7 വീഡിയോസും ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 7 വീഡിയോസ് അല്ല, 6 വീഡിയോസ് ആണുള്ളത്. 7th ഡേ നമുക്ക് റെസ്റ്റ് ഡേ ആണ്. അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഈ പ്ലാന് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആക്കും, എങ്ങനെ നമ്മൾ ഫാറ്റ് ലോസിലേക്ക് എത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോയും കൂടി ഇന്നലെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് നോക്കുക. അത് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കൊടുക്കാം. അതും നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ആ വീഡിയോൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞത് ഇതെങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് 1 വീക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് വന്ന ചേഞ്ച് എന്താണ് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വെയിറ്റ് നോക്കുക, അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുക. ഇഞ്ച് ലോസ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഈ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് വന്ന ചേഞ്ചസ് എന്താണ് എന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് വീക്കിലേക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതെന്ന് പറയാനാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് വീക്കിൽ എന്താണെന്ന് നോക്കാം. മോസ്റ്റ് റിക്വസ്റ്റഡ് വർക്കൗട്ട്സ് ആണ് നമ്മൾ സെക്കൻഡ് വീക്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ തന്നെ പറയാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും റിക്വസ്റ്റ് ചെയ്യുക ആൾക്കാർ അബ്ഡോമനുള്ള വർക്കൗട്ടാണ്, വയറ് കുറയാനുള്ള വർക്കൗട്ടാണ് ഒരു 90% ആൾക്കാരും ചോദിക്കുക. ആ വർക്കൗട്ടാണ് നമ്മൾ സെക്കൻഡ് വീക്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം അബ്ഡോമനുള്ള വർക്കൗട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്, സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. വയറ് മാത്രം കുറയ്ക്കുക അല്ലെങ്കിൽ വയറിന് മാത്രം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. അതായത് കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട്സ് ഉണ്ടാവും, പിന്നെ നമ്മൾ അബ്ഡോമിനുള്ള വർക്കൗട്ടും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ആഴ്ചയിൽ 6 ദിവസത്തെ വർക്കൗട്ടിൽ 3 ദിവസം നിങ്ങൾക്ക് അബ്ഡോമൻ്റെ വർക്കൗട്ട്, ത്രൂ ഔട്ട് അബ്ഡോമൻ്റെ വർക്കൗട്ടും ഒരു 70% അതിൻ്റെ അകത്ത് അബ്ഡോമൻ്റെ വർക്കൗട്ടായിരിക്കും. ബാക്കിയുള്ളത് നോർമൽ വർക്കൗട്ട്സ് ഉണ്ടായിരിക്കും, വാമപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ വർക്കൗട്ട്സ് ആയിരിക്കും. പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോർമലി ചെറിയതായിട്ടുള്ള അബ്ഡോമൻ്റെ വർക്കൗട്ട്സും പിന്നെ കാർഡിയോ വർക്കൗട്ട്സ് ആയിരിക്കും തരിക. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടന്നിട്ടുള്ള അബ്ഡോമൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പം അങ്ങനെ ബാക്ക് പെയിൻ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും അത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡിങ് ആപ്സിൻ്റെ വർക്കൗട്ട് കൊടുത്തിട്ടുണ്ട്. നിന്നിട്ടല്ല നമുക്ക് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആ വർക്കൗട്ട് നമ്മൾ മുമ്പേ ചെയ്തൊരു വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വർക്കൗട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ മിക്കവാറും ആൾക്കാർക്കും ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് കിടന്നിട്ട് നമ്മൾ ലെഗ് റൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഒരിക്കലും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അതേപോലെ നമ്മൾ കൊടുത്തതൊക്കെ ഫോളോ അലോങ് വർക്കൗട്ട്സ് ആണ്. അതായത് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമ്മളത് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. സാധാ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെയും കൊടുത്തതൊക്കെ 20-23 മിനിറ്റ് വരെ മാക്സിമം പോയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് മാറി വേറൊന്നും ചെയ്യാണ്ട് ആ 20 മിനിറ്റ് അല്ലെങ്കിൽ 23 മിനിറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണോ വർക്കൗട്ട് ചെയ്തത് അതേപോലെ തന്നെ ചെയ്താൽ മതി. ആ ഒരു ഭയങ്കര സ്പീഡായിട്ടൊന്നല്ല കൊടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കവർ ചെയ്യാൻ പറ്റുന്ന സ്പീഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇനി അബ്ഡോമൻ്റെ വർക്കൗട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ അലോങ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ആ വർക്കൗട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുക, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യുക. കാരണം ചിലതൊക്കെ നമ്മൾ കിടന്നിട്ട് ചെയ്യാനുള്ള വർക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് പ്ലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട് കറക്ഷൻസ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോസ് ഒന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് സ്വയം കറക്റ്റ് ചെയ്യുക, ചെയ്യുന്നത് കറക്റ്റാണോ നോക്കുക. ചെയ്യുന്ന വർക്കൗട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അബ്ഡോമൻ്റെ വർക്കൗട്ട് നമ്മൾ ആദ്യത്തെ വീക്കിലെ പോലെ അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. നമുക്ക് മിക്കവാറും ആൾക്കാർക്കും അബ്ഡോമൻ്റെ വർക്കൗട്ട് ഇപ്പോൾ നമ്മൾ 10 റെപ്പിറ്റേഷൻസ് പറഞ്ഞാലും അത്രയൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ആലോചിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ട. പക്ഷേ ഈ വീക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് കാലിനൊക്കെ നല്ല വണ്ണമുള്ള ആൾക്കാരാണ്, നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ ലെഗ് റൈസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഗ്രാജുവലി അത് പിക്ക് ചെയ്തോളും. പിന്നെ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ സ്റ്റാൻഡിങ് ആപ്സിൻ്റെ വർക്കൗട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ബാക്ക് പെയിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഈ വർക്കൗട്ട്, അബ്ഡോമൻ്റെ വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ.